ആദ്യം ഇതിന്റെ വിഷ്വൽസ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് കാണാൻ പോണ പൂരം എന്താണ്? കാണാൻ പോകുന്ന പൂരം നിങ്ങൾക്ക് ചെറിയൊരു സാധനം ഇന്നലെ 3 മിനിറ്റ് ഉള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു 3 മണിക്കൂർ പൂരം. താങ്കളോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പലരോടും ചോദിച്ചു നോക്കി ഏറ്റില്ല. ആ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ആരാണ്? അത് ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പാർട്ട് എനിക്ക് ഡിസൈൻ ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. ശരിക്കും ഇതില് പോസ്റ്ററുകളിലുള്ള കാണിച്ചിരിക്കുന്ന ആ വിഷ്വൽസ് ഈ സീനിലുള്ള ഫോട്ടോസ് ആണോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണോ? ആ ഒരു ഹെലികോപ്റ്റർ വരുന്നതും അതന്നെ ആ സെയിം ഷോട്ട് ട്രെയിലറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു സാധനത്തിന് അങ്ങനെ പൊക്കി പറയുന്നതല്ല. ഞാൻ ഒരു വ്യൂവർ എന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ എക്സൈറ്റഡ്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പല മേഖലകളിൽ ആദ്യമായിട്ടാണ് ഒരു ഡിസൈനറെ. ആ ഡിസൈനർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന എമ്പുരാൻ്റെ പോസ്റ്റർ ഡിസൈനറും കൂടിയാണ്. അപ്പോൾ എന്തായാലും ആനന്ദ് രാജേന്ദ്രൻ, നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്താണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു? ഇപ്പം നല്ല തിരക്കിലാണല്ലേ? 27-ാം തീയതി റിലീസ് വരെ നല്ല ഓട്ടത്തിലായിരിക്കും. 7 ദിവസം ഊണ് ഉറക്കം കളഞ്ഞ് ഇതിൻ്റെ പുറകെ തന്നെയാണ്. എന്താ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇറങ്ങുന്ന പോസ്റ്റേഴ്സാണ്. ഇപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ആ ഒരു പോസ്റ്ററിന് വേണ്ടിയിട്ടാണ്. ഓരോ പോസ്റ്ററും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ലിങ്ക്, ഒരു പോസ്റ്ററാണ്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല ടെൻഷനും എല്ലാം ഉണ്ടാവും അല്ലേ? അതെ 100%. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന അപ്ഡേറ്റ്സുകൾ ആളുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതിൽ അത്ര എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ തന്നെ ഒരു ക്യാമ്പയിൻ പോലെ ആയില്ലേ, അപ്ഡേറ്റ് കൊടുന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. തീർച്ചയായിട്ടും ചെറിയ പ്രഷറൂടെയാണ് അത്. ശരിക്കും ഇതില് പോസ്റ്ററുകളിലുള്ള കാണിച്ചിരിക്കുന്ന ആ വിഷ്വൽസ് അത് ഈ സീനിലുള്ള ഫോട്ടോസ് ആണോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണോ? ഇപ്പൊ ഒരു ഹെലികോപ്റ്റർ വരുന്നതും അതന്നെ ആ സെയിം ഷോട്ട് ട്രെയിലറുണ്ട്. ട്രെയിലറിൽ കാണിക്കുന്നത് ഈ സിനിമയുടെ ക്യാമ്പയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ നമ്മൾ ഒരു കറക്റ്റായിട്ട് ഇതാണ് സിനിമ, ഇത്രയേ ഉള്ളൂ, നമ്മൾ എക്സ്ട്രാ ഒന്നും ഫിറ്റിങ്സ് ഇല്ല എന്ന് പറയുന്ന പുള്ളി തന്നെ വയ്ക്കുന്ന ഫ്രെയിമുകളുടെ ഷോർട്സ് കാര്യങ്ങളും ചിൽസ് ഉണ്ടാവും. അത് തന്നെയായിരിക്കും പോസ്റ്റ്. അതിന് ബാക്കി നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ, ചെറിയ എഫക്ട്സ്, കളർ ടോൺസ്, ഇങ്ങനെയുള്ള. അപ്പൊ ഈ സിനിമയിൽ നമ്മൾ നോക്കിയാൽ അധികം നമ്മൾ ഗിമ്മിക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പോസ്റ്ററിലൊക്കെ നമുക്ക് എല്ലാവരും സംശയം തോന്നിയത് ഇത് ഒറിജിനൽ ആണോ. ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ട്രെയിലർ വന്നതോടുകൂടി എല്ലാവർക്കും ഏകദേശം സമാധാനമായിട്ടുണ്ട്. ഇതിലിപ്പോ ആദ്യം ഇതിന്റെ വിഷ്വൽസ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് എന്താണ് ഞങ്ങൾ കാണാൻ പോകുന്നത്? കാണാൻ പോണ പൂരം എന്താണ്? കാണാൻ പോകുന്ന പൂരം നിങ്ങൾക്ക് ചെറിയൊരു സാധനം ഇന്നലെ 3 മിനിറ്റ് ഉള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു 3 മണിക്കൂറാണെന്ന് തോന്നുന്നു ഐ ഗസ്. പൂരം പൂരമാണ്. ലൂസിഫർ എങ്ങനത്തെ മൂവിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ്. അതുപോലത്തെ മേക്കിങ്ങുകളാണ് കുറച്ചുകൂടി ഗ്രാൻഡിയർ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു സാധനത്തിന് അങ്ങനെ പൊക്കി പറയുന്നതല്ല. ഞാൻ ഒരു വ്യൂവർ എന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഇത് കണ്ടിട്ട്. നമ്മുടെ ഇപ്പോൾ രാജുവേട്ടനായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്നുണ്ട്. ഈ പോസ്റ്ററുകളെല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യത്തോളം പുള്ളിയുടെ ഇതിൽ മാറ്റുന്നുണ്ട്? കറക്ഷൻ ഇൻ ദ സെൻസ്, പുള്ളി ആക്ച്വലി പറയുന്നുണ്ട് ഇന്ന സാധനമാണോ വേണ്ടത്, അപ്പൊ നമ്മളത് കൊടുത്താൽ മതി. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കറക്ഷൻ, പിന്നെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വേണ്ട നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാം ഒരുവിധം പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളി പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കണ്ട. അപ്പോൾ പുള്ളി പറയുന്ന സാധനം ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. പുള്ളി ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് പറഞ്ഞു തരുന്നതിൽ ഒരു കറക്റ്റ് വ്യക്തതയിൽ തന്നെ എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തരുമല്ലേ? നമുക്ക് കൂടുതൽ ചോദിക്കേണ്ടി വരില്ല. ഇല്ല, ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തേർഡ് പാർട്ടി ഒരാൾ ഇതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെ ചെയ്യണോ,
ആണോ എന്ന് ചോദിച്ചിട്ട് പുള്ളി ചോദിച്ചിട്ട് പിന്നെ പുള്ളിയുടെ വോയിസ് ഇടും, ആനന്ദ് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, പുള്ളി പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ ആ ഒറ്റ പ്രാവശ്യം ഇടുന്ന വോയിസിൽ നമുക്ക് കാര്യം കിട്ടുന്നുണ്ടോ, അത്രയും ക്ലിയർ ആയിട്ടാണ് പുള്ളി ഓരോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നത്, വളരെ വ്യക്തമായിട്ട്. ഈവൻ ഒരു ടെക്സ്റ്റ് ആണെങ്കിലും ഒരു പോസ്റ്റർ എങ്ങനെ വേണം എന്നുള്ളത് ഭയങ്കര ക്ലാരിറ്റി ആയിട്ടാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് രണ്ടാമത് എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും അതും ക്ലിയർ ചെയ്ത് തരും. നമുക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം ഭയങ്കരമായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് തരും. നമ്മുടെ അഭിപ്രായം കേൾക്കാൻ തീർച്ചയായിട്ടും ചേട്ടാ ഇത് ശരിയാവുമോ എന്ന് ചോദിച്ചാൽ എങ്കിൽ വേറെ ട്രൈ നോക്കിയോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹമായിട്ട് ഒരു കണക്ഷൻ വേണം. ആ ഒരു കണക്ഷൻ ഉണ്ടായാലും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഉള്ളിലെ പ്ലാൻ ഉണ്ടെങ്കിലും ഇത് ചോദിച്ചാൽ ഇഷ്ടപ്പെടും, ഒരു പേടി ഉണ്ടാവും. ഇത്ര കണക്ഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം കണക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. എസ്രാ ടൈമിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഫാൻസിലൊക്കെ ഉള്ള ആളാണ് ഞാൻ. പറഞ്ഞു ശരി കുഴപ്പമില്ല, നിങ്ങൾ ചെയ്ത് കാണിക്കും. അപ്പൊ മനസ്സിലായ റെക്കമെൻഡേഷൻ അതൊക്കെ വേറെ, നീ ആദ്യം വർക്ക് ചെയ്ത്. പിന്നെ എൻ്റെ ആഗ്രഹമാണ് പുള്ളിയുടെ, ഞാൻ ഡിസൈനിങ് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മൂവി പോസ്റ്റർ പ്രാക്ടീസ് ചെയ്ത് പുള്ളിയുടെ സ്റ്റിൽസ് കിട്ടുമ്പോഴാണ്. പുള്ളി നമ്മൾ ഫാൻസിലുള്ളപ്പോൾ സ്റ്റിൽസ് കിട്ടുമല്ലോ, ഈ ബോർഡ് ഫ്ലെക്സ് ഒക്കെ വയ്ക്കാം. അത് ഞാൻ ഫാൻ മെയ്ഡ് ചെയ്ത് ഓർക്കൂട്ടിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന സമയത്താണ് ഞാൻ ഈ സംഭവം പഠിക്കുന്നത്. അപ്പൊ എൻ്റെ ഇഷ്ടവും പുള്ളിയുടെ ഒരു പടം ആദ്യം ചെയ്യണം എന്നുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒരു സീനിയർ അതിൽ അസോസിയേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം വന്നും പുള്ളി നീ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ട്രൈ ചെയ്തതിനു ശേഷം പിന്നെ ഈ കോൺവെർസേഷൻ ഞാൻ പുള്ളിയെ കണ്ടിട്ടൊന്നുമില്ല. പോസ്റ്ററൊക്കെ ഇഷ്ടപ്പെട്ടു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. എസ്രയുടെ അപ്പൊ ഡയറക്ടർ ജെ കെന്റെ ഒരു മെന്ററിനെ പോലെയാണ്. അപ്പൊ പുള്ളിയും ഇത് പറയുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. എന്നാലും എനിക്ക് പുള്ളിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ നടന്നില്ല. അവസാനം സിനിമയൊക്കെ നല്ല വിജയമായി. ആ സമയത്ത് ഞാനൊരു മെസ്സേജ് വാട്സാപ്പിൽ അയച്ചു, കമ്പോസ് ചെയ്ത് അയച്ചു. അപ്പൊ പുള്ളി അതിന് റിപ്ലൈ തന്നു. നിന്റെ ഫ്യൂച്ചറിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് തന്നു. അന്നോട്ടാണ് ഒരു ഇൻ ടച്ച് വന്നു പുള്ളി. അതെ. പിന്നെ പുള്ളി എനിക്കറിയില്ല, പുള്ളി എൻ്റെ നമ്പർ സേവ് ഇട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ പുള്ളി ടിയാൻ മൂവി സമയത്ത് എന്നെ വിളിച്ചു, ആനന്ദ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഈ വിളിക്കുമ്പോ താങ്കൾ എവിടെയായിരുന്നു? നമ്മളൊരു ആദ്യത്തെ സിനിമയൊക്കെ കഴിഞ്ഞ് കുറച്ച് നമുക്ക് അന്ന് എന്താണ്, നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 10,000 രൂപയാണ് ശമ്പളം. പക്ഷെ ആ സിനിമയ്ക്ക് കുറച്ച് അധികം കാശൊക്കെ കിട്ടിയപ്പം ഇത്രയും കാശൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ച് അതിൽ കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന കാലം. പിന്നെ ആദ്യത്തെ പടം കഴിഞ്ഞ് രണ്ടാമത്തെ പടം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ചിന്ത. എന്റെ ആഗ്രഹം കഴിഞ്ഞല്ലോ, പൃഥ്വിരാജ് എന്ന ആളെ വെച്ചിട്ട് ഒരു സിനിമ പോസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞു. ഇനി വലിയ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും അപ്പോഴും വരുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം ഒരു കല്യാണത്തിനിരുന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ പുള്ളി എങ്ങനെയുണ്ട്, പുള്ളി അതാണ് ഇതാണ്. ഈ സംസാരിക്കുന്ന ഇടയിൽ ഒരു കോൾ വരെയാണ്. നോക്കിയപ്പോൾ ഞാൻ സേവ് ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ തന്നെ ഫുൾ പേരിൽ സേവ് ചെയ്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ പുള്ളിയാണ് വിളിക്കണേന്ന് മനസ്സിലായിക്കോട്ടെ, ഒന്ന് ഷോണിയാലോ. ഞാൻ ഈ ഉള്ള കൈ കഴിവാതെ ഞാൻ അതും എടുത്തോണ്ട് ഒരു ഓട്ടം ചോദിച്ചാ എവിടെ പോകണ്ട ആരുടെ ഞാൻ പിന്നെ ചേട്ടൻ വിളിക്കുന്ന ഓടി. അപ്പോഴാണ് പുള്ളി കാര്യം പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ സിനിമകൾ തുടങ്ങി. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, വർക്കുകൾ ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ ഒരു ഓർക്കൂട്ടിൽ ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് വന്നിങ്ങനെ ലാലേട്ടൻ ഒരു അനൗൺസ്മെന്റ് ഇട്ട് ഇങ്ങനെ മുരളി ചേട്ടൻ്റെ മകനും സുകുമാരൻ ചേട്ടൻ്റെ മകനും ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു, കിട്ടിയിരുന്നെങ്കിൽ. അത് ആഗ്രഹം അതേപോലെ കിട്ടി. അത് കിട്ടി. അതിലേക്ക് വിളിച്ചപ്പോഴാ അതും അത് എന്താ സംഭവം, ഒരു പ്രതീക്ഷയില്ല, നമുക്ക് ആഗ്രഹങ്ങൾ. പക്ഷെ ഈ ലൂസിഫർ എന്നുള്ള പേര് എനിക്ക് പ്രതീക്ഷയുള്ള പേരാണ്. അത് ഈ സിനിമയ്ക്ക് മുമ്പ് ഞാൻ കേട്ടത് നമ്മളെ അന്തരിച്ചുപോയ രാജേഷ് പിള്ള സാർ ട്രാഫിക്കിന് ശേഷം ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റ് ലൂസിഫർ ആണെന്ന് അന്നൊരു റൂമറുണ്ട്, ലാലേട്ടനെ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ ഡിസൈനിങ്ങിലൊക്കെ വന്ന സമയം അപ്പോൾ ഞാൻ അതിൽ പുള്ളിയുടെ ഒരു അസിസ്റ്റന്റിനോട് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഈ സിനിമ വാങ്ങിത്തരും, എങ്ങനെയെങ്കിലും വാങ്ങിത്തരും, റെക്കമെൻഡ് ചെയ്യും. ലൂസിഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞാൽ ഞാൻ സംസാരിക്കാം, രാജേഷ് എന്ത് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ആ പ്രോജക്റ്റ് ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ടൈറ്റിലാണ് അത് ലൂസിഫർ. അത് ഇപ്പോഴും എനിക്കൊരു പറയുമ്പോഴേ അതൊരു രോമാഞ്ചം മാത്രമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ടൈറ്റിലാണ് ഇത്. അന്ന് ഇവരാരും ഇല്ല, ഈ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഈ ഡയറക്ടർ, ഈ റൈറ്റർ, ഇവരാരും ഇല്ല, വേറൊരു പടമാണത്. അപ്പൊ അത് അന്ന് ആഗ്രഹിച്ച ടൈറ്റിലാണ് അത്. പക്ഷെ ഇങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മളൊരു കാര്യം ഈ പറയുന്ന പോലെ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാര്യം
എന്നെ രാജുവേട്ടൻ വിളിച്ചിട്ട് ഈ പറയുന്നുണ്ട്, എൻ്റെ പടം തുടങ്ങാറായി, അപ്പൊ അതിനൊരു ടൈറ്റിൽ വേണം. ഇത് എപ്പോഴാണ് ഈ കോൾ വരുന്നത്? വീണ്ടും ഇത് നിൽക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ പുതിയ വീടിന്റെ പണി നടക്കുന്ന സമയം. അപ്പൊ പുതിയ വീട് അതിന്റെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളായിട്ട് നിൽക്കും, ഓടി നടക്കുന്ന തിരക്കിന്റെ കടയിൽ നിൽക്കുക, ഷോപ്പിൽ നിൽക്കുക, ഞാനും വൈഫും ഉണ്ട്. ഇപ്പൊ കോള് വരുന്നു, അപ്പൊ ഇങ്ങനെ പറയാ, വാട്സാപ്പ് കോളാ, ഇത് എൻ്റെ സിനിമ തുടങ്ങാറായെന്നാ പറയണത്. അപ്പം എന്താ പുള്ളി 9 എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലൊക്കെയാണ്. അപ്പൊ ഞാൻ വിളിച്ചാൽ അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ലൂസിഫറിന്റെ മനസ്സിലില്ല, അപ്പൊ അതിനൊരു ടൈറ്റിൽ വേണം. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഓക്കെ കൊള്ളാം, ഞാൻ എന്തോ വലിയ പരിപാടിയാണ്, ഞാൻ അതൊന്ന് എഴുതിയിട്ട് ഞാനൊന്ന് അയച്ചു തരാം, ഒന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഭാര്യ എടുത്ത് പറയണം, പുള്ളി വിളിച്ച് 9 എന്നുള്ള സിനിമയുണ്ട്, അതായിരിക്കും എന്ന് പറഞ്ഞ് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു പേപ്പറിനകത്ത് ലൂസിഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇത് പറയുമ്പോഴേ അതൊക്കെ ഒരു നമ്മളെ ഡ്രീമാണ്, അതല്ല എന്നെക്കാട്ടിയും കിളി പോയി എൻ്റെ ഭാര്യയ്ക്ക്. അപ്പൊ അവളിങ്ങനെ നോക്കണ്ടു ലൂസിഫർ. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചിട്ട് ആ ചേട്ടാ കണ്ടു, എനിക്ക് എന്റെ കാല് ഇറക്കി അവിടെ ലൂസിഫർ. അത് അത്രയും പ്രതീക്ഷയുള്ള ഒരു പടം നമ്മളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പുള്ളി ടൈറ്റിൽ ചെയ്യാൻ പറഞ്ഞു. ടൈറ്റിൽ ചെയ്തു, ടൈറ്റിൽ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ആനന്ദ് വെൽക്കം ടു ദ ടീം. ഓ അപ്പൊ തന്നെ അതൊരു 2-3 ദിവസം നമ്മൾ എടുത്തു. മുരളി ചേട്ടനും രാജുവണ്ണൊക്കെ ഇവിടെ ഇൻസ്ട്രക്ഷൻ തന്നു. നമ്മൾ ആ ലൂസിഫറിന്റെ ഫോണ്ട് കണ്ടിട്ടില്ലേ, ആ സാധനം നമ്മൾ ഡിസൈൻ ചെയ്തു, എന്നിട്ടാണ് ഇത് പറഞ്ഞത്. അതിലാണ് നമ്മുടെ ഇത്രയും കാലത്തെ ആ ഡ്രീം ഫുൾഫിൽ ആവുന്നത്. സ്വപ്നം പൂവണിയാന്നൊക്കെ പറയുന്ന ആ ടൈറ്റിൽ ഇപ്പോഴും സ്പെഷ്യലാണ്. അതെ, ആ ടൈറ്റില് അതെ, അത് മാത്രമല്ല ആ പ്രോജക്റ്റ് ഇവർക്ക് മുമ്പേ വേറൊരു രൂപത്തിൽ എന്റെ മനസ്സിലത് ഓൾറെഡി കേറി രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു, അറിയില്ല. അതെ, അതാണ് അതിന്റെ അന്ന് ഈ ലൂസിഫർ ആ പേര് കേട്ടപ്പോ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൂസിഫർ എന്ന ടൈറ്റിലും മോഹൻലാൽ എന്ന നടനാണ് അതിൽ അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഒരു കിക്ക് കിട്ടി. പിന്നെ രാജേഷ് പിള്ള. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വലിയ പ്രോജക്റ്റ് ആണല്ലോ, അപ്പൊ അതിനാണ് ഞാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും. പക്ഷെ അത് വേറൊരു രൂപത്തിൽ ഒരു പവർഫുൾ ആയിട്ട് നമുക്കത് കിട്ടി. ഈ എമ്പുരാൻ ടൈമിൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എമ്പുരാൻ ടൈമിൽ നമുക്ക് ഇത് നമ്മുടെ കയ്യിലേക്ക് തന്നെയല്ലേ വരുന്ന ആ ഒരു ഇല്ല, കാരണം ടീം ഓൾറെഡി ടീമിലായതുകൊണ്ട്. അതെ, ഓൾറെഡി ഒരു ടീം ഉണ്ട് മൊത്തത്തിൽ, എല്ലാവരും പഴയ ആൾക്കാർ തന്നെയാണ്. പിന്നെ നമ്മൾ ലൂസിഫർ കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇതിന്റെ ടൈറ്റിൽ അവർ പറഞ്ഞ ഒരു രൂപരേഖയിൽ നമ്മൾ തയ്യാറാക്കി. അപ്പം പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ അറിയിക്കുന്നത് ഉടനെ തുടങ്ങുന്നുണ്ട്, ഇന്ന പരിപാടികളുണ്ട്, മീറ്റിങ്ങുകളായി, അങ്ങനെ പരിപാടികളൊക്കെ ഓണായി. ഇപ്പൊ ഓരോ പോസ്റ്ററിലും ഇപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 9 days 8 days എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോന്നിലും തീയും ബ്ലഡും ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവിടുന്ന് തന്നെ ഇൻസ്ട്രക്ഷനിൽ ഉള്ളതാണോ? കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് കുറച്ചുകൂടി നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി അഡീഷണൽ ഗ്രാഫിക്സോ കുറച്ചുകൂടി ഒരു ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അങ്ങോട്ട് പ്രസന്റ് ചെയ്തതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അതിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇൻ കേസ് അതെ എല്ലാം കാണുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ അപ്രൂവൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അപ്പം ഇതിപ്പം ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. അതെ, ആ വളരെ അപൂർവമായിട്ടാണ് രാജുവേട്ടനൊക്കെ ആയിട്ട് ഒരു കോണ്ടാക്റ്റിൽ നിൽക്കാൻ പറ്റുന്നത്. കാരണം ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എല്ലാം ഫിൽട്ടർ ചെയ്ത് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പ്രൊഫഷണലിസത്തിന് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്ത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നു, ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുന്നു, താങ്കളുടെ ഈ ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ ഒരു മൊമെന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഇത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, പാവമാണ്. ഞാൻ ഈ കാണുന്ന ട്രോൾസ് ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്, ഈ ഫാൻ മെയ്ഡ് തിയറീസ് അയച്ചു കൊടുക്കാറുണ്ട്. ഫാൻ മെയ്ഡ് ഈ ഇപ്പൊ കുറെ ഊഹാഭോഹങ്ങൾ വരുന്നുണ്ടല്ലോ, ഇന്ന ആക്ടർ ആയിരിക്കും, അപ്പൊ അതിലുണ്ടാകുന്ന പോസ്റ്ററുകൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോ തിരിച്ച് എനിക്ക് അയച്ചു തരാറുണ്ട്, പുള്ളി എനിക്ക് തിരിച്ച് അയച്ചു തരും സാധനങ്ങൾ. അപ്പൊ അത്രയും അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നല്ല തമാശ പറയും. ഞാൻ പറഞ്ഞു, ഇന്നലെ കൂടെ പറഞ്ഞു, ചേട്ടാ 4 മണിക്ക് എണീക്കേണ്ടി വന്നു, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ടീമാണ്, അപ്പൊ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. വേറൊരു കാര്യം, താങ്കളോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, പലരോടും ചോദിച്ചു നോക്കി ഏറ്റില്ല. ആ പുറം തിരിഞ്ഞ് നിൽക്കുന്നത് ആരാണ്? അത് ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ പാർട്ട് എനിക്ക് ഡിസൈൻ ചെയ്യാൻ
ഞാൻ ഉണ്ടാവില്ല. ഇനി 7 ദിവസമല്ലേ ഉള്ളൂ. അതെ പതുക്കെ റിവീൽ ആവട്ടെ. അതെ അതെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താന്ന് അതെ, ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി പല സാധനങ്ങളും അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇപ്പൊ പുറത്തു അതെ അതെ, ഒരു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രailer, ഇന്നലത്തെ ട്രെയിലറിന്റെ ഇഷ്യൂ ഒക്കെ തന്നെ അതെ അതെ നേരം തെറ്റി അതെ അതെ. ഇപ്പൊ ലീക്കായി. അതെ, ഇപ്പൊ തന്നെ ബുക്കിംഗ് നമ്മൾ അനൗൺസ് ചെയ്ത് ബുക്കിംഗിന്റെ താഴെയും പറയുന്നുണ്ട് ബുക്കിംഗ് 9 മണിക്കാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ രാത്രി ആയിരിക്കും. എന്നിട്ട് വേണം ഞാൻ ഇനി ആ ക്യാരക്ടറിനെ കൂടെ റിവീൽ ചെയ്യാൻ. അതെ, കുറെ പേരൊന്നും ബേസിലിനെ എല്ലാ ഇന്റർവ്യൂവിലെ ആൾക്കാരും ഇത് ബേസിലല്ലേ, പിന്നെന്താ പല ആൾക്കാരും വന്നു അവസാനം ഇന്നലെ എല്ലാവരും തീരുമാനിച്ചു, അവസാനം കിട്ടിയ ആളെ കിട്ടി ഫഹദ് ഫാസിൽ. പലരും ഈ പറയുന്ന പോലെ എപ്പോഴും ആളുകൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് കഥകൾ മെനഞ്ഞെടുക്കും. ഇപ്പൊ LC ലോകേഷിന്റെ പരിപാടി വന്നപ്പോൾ നമ്മളെ ചിലപ്പോൾ ഒരു ഡിസ്കഷനിൽ പറയും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കഥ വരുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളുണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം, അതെ, വലിയ പ്രോജക്റ്റ് ആയിരിക്കാം. അപ്പൊ അത്തരം തിയറീസ് ഇതുപോലത്തെ സിനിമകൾ എപ്പോഴും വന്നോണ്ടിരിക്കും. അത് ഇങ്ങനെ നിങ്ങളെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമല്ലോ. അതെ, ഫൈനലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് തിയേറ്ററിൽ നമ്മൾ രാവിലെ 6 മണിക്ക് ഷോയ്ക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മൊമെന്റ്. അപ്പൊ നമുക്ക് അറിയാം. അതെ, നന്ദുവേട്ടന്റെ ഇന്റർവ്യൂ ആയിരുന്നു. നന്ദുവേട്ടൻ പറഞ്ഞതല്ലേ, എടാ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം, തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ചെയ്യും. ഞാനടക്കം അതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഞാൻ അഭിനയിച്ച സീനല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്കറിയില്ല. ഇനി വേണമെങ്കിൽ എനിക്ക് ചോദിച്ചാൽ ചിലപ്പോൾ കാണിച്ചു തരും, ഞാൻ ചോദിക്കില്ല, കാരണം എനിക്കത് തിയേറ്ററിൽ കാണണം. അത്രേ ഉള്ളൂ. ഇപ്പം എക്സ്പീരിയൻസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പോയി ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് കുറേയൊക്കെ അറിയാം, പക്ഷെ എങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ ഇപ്പോഴും ഇന്നലെ ട്രെയിലർ ഇത് എല്ലാം ഞാൻ സ്റ്റിൽസ് ആയിട്ട് കാണുന്നതാണ് എല്ലാം കാണുന്നത്. പക്ഷെ ഇന്നലെ ആ ട്രെയിലർ കാണുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിലെ ഷോർട്സുകൾ കാണുമ്പം എനിക്ക് എന്തുമാത്രം മെസ്സേജ് എൻ്റെ ഫ്രണ്ട്സ് അയച്ചെന്ന് പറ്റും, എന്തുവാടാ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇവിടെയൊക്കെ റിവീലായി, അത് അറിഞ്ഞിട്ട് പോയി ഒരു സിനിമ കാണുന്നത് അത്രേ ഉള്ളൂ. അത് ഈ സിനിമയിൽ പുള്ളി നമ്മൾ അങ്ങനെ പോയി ഡയറക്റ്റ് ആയിട്ട് പോയി കാണുക. അതെ, ഈ ഇപ്പൊ ലൂസിഫറും എമ്പുരാനും ചെയ്ത ആളായ സ്ഥിതിക്ക് ചോദിക്കാണ്, എന്തായാലും എല്ലാം ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും അതിൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി എല്ലാം നമ്മൾ വർക്ക് ചെയ്യണം. ഇത് രണ്ടും ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്താണ്? രണ്ടും ചെയ്തപ്പോഴുണ്ടായിരുന്ന വ്യത്യാസം അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒരു വ്യത്യാസങ്ങൾ തോന്നിയായിരുന്നു പേഴ്സണലി ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ലൂസിഫർ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്, എമ്പുരാൻ ചെയ്യുമ്പോൾ കോഷ്യസ് ആണ്. മനസ്സിലായില്ലേ? എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഞാൻ ആഗ്രഹിച്ച സാധനം കിട്ടി അടിപൊളിയാക്കണം. കോഷ്യസ് എന്ന് പറയുമ്പോൾ എങ്ങനെ അതിന് മുകളിൽ വരുത്താം, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഒപ്പം നമുക്കത് പിടിച്ചു നിർത്താം എന്നുള്ള ഡിസൈനർ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കണം. ആദ്യത്തെ പോസ്റ്റർ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ട് വന്നു, അത് ആരും വിശ്വസിച്ചില്ല. അത് ഞാൻ ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെ വെട്ടിയെടുത്താന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് അന്ന് സംവിധായകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, രാജേട്ടൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മേ ബി ട്രെയിലറോ ടീസറോ വരുമ്പോഴേ ആളുകൾക്ക് അത് കണക്ട് ആവുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്ത സാധനമാണ്. നമുക്ക് ആദ്യമേ അറിയാം ഇതിങ്ങനെ. പിന്നെ അല്ലാതെ അങ്ങനെ ഒരു ഹെലികോപ്റ്റർ നിൽക്കുന്നു, 2 വണ്ടികൾ നിൽക്കുന്നു, ലാലേട്ടൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ വെട്ടി വെച്ചതാണോടെ എന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ എൽ ഷേപ്പിൽ നമ്മൾ തീയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാം, ഉണ്ടാക്കാം. നമുക്കിതിപ്പോ AI ഉണ്ടാക്കാം, എന്തുവേണോ ചെയ്യാം. പക്ഷെ ഇതെല്ലാം റിയലാണ്. ഈ തീ ഉൾപ്പെടെ ആ എല്ലില സെറ്റ് ചെയ്തിരിക്കുന്ന സാധനം അതിന് ഫുൾ ആ കോമ്പോസിഷൻ ഉണ്ട്. അതാണ് അതിന്റെ സീക്രട്ട്. അതെ, ബാക്കിയെല്ലാം കണ്ടു തന്നെ അറിയണം. ശരി, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളുടെ കോളുകളായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നിയൊരു ഡൗട്ട്, ഇത് ബേസിലല്ലേ, ഇത് ഫഹദ് ഫാസിലല്ലേ എന്ന് ചോദിച്ച പോലെ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ടാവില്ലേ? ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മെസ്സേജ് ഒക്കെ വരുന്നുണ്ടാവില്ലേ? വിളിച്ചു ചോദിച്ചാൽ കിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൂസിഫർ തൊട്ട്, പ്രത്യേകിച്ച് ലൂസിഫർ തൊട്ട് ഇതിന്റെ ഒരു ഈ സ്റ്റേജ് വരെയും എന്ത് ചോദിച്ചാലും ഞാൻ ഒന്നും പറയില്ല. അപ്പൊ ആൾക്കാർക്ക് അറിയാം. മമ്മൂക്ക ഉണ്ടോ? ആ ഉണ്ടാ ഉണ്ട് പോരെ. വേറെ നിവൃത്തിയില്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ടീമിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും അത്രയും ഇതായിട്ടായിരിക്കുന്നത്. അവരുടെ അടുത്ത് പോലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പോലും ആരടുത്തും പറയില്ല. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടില്ല എന്നറിയില്ല.
എന്തുവാ അതല്ല എനിക്ക് രാജുവേട്ടൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു പുള്ളി ഇല്ല എന്നുള്ളത്. അതെ, എനിക്ക് എങ്ങനെയെങ്കിലും മൂന്നാമത്തെ പ്രോജക്റ്റ് തരരുത് എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇവന്റെ ചോദ്യം മുഴുവൻ. എന്താ പൊന്നു രാജുവേട്ടാ, ഞാൻ അതൊന്നും ചോദിച്ചിട്ടല്ല. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോ എല്ലാം ഏറ്റവും ബെസ്റ്റ് ആണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ചില സാധനങ്ങൾ നമ്മൾ അയക്കുമ്പോൾ പുള്ളി ഓക്കെ പറയും, തമ്പയച്ച് ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റി അത് മാറ്റി എന്ന് പറയും, എല്ലാം ഓക്കെയാണ്. ചിലതൊക്കെ അയക്കുമ്പോൾ കിടിലം, ഗുഡ്, സൂപ്പർ അത് പറയാം, അങ്ങനെ കിടിലം കിട്ടാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ അതുകൊണ്ട് അതങ്ങനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് ആവും, എക്സ്ട്രാ ഒരു സാധനം കിട്ടില്ലേ. അപ്പൊ ഇപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിഞ്ഞിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. അങ്ങനെ ഒരു നമ്മളത് ഒരു സാധനം സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ കുറച്ചധികം സാധനങ്ങളുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. എപ്പോഴെങ്കിലും പുള്ളി ഇങ്ങനെ ഇപ്പോൾ എന്തായാലും പുള്ളി വർക്കേഴ്സിനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് പ്രൊഫഷണലി കാണുന്നതും ഫ്രണ്ട്ഷിപ്പ് വേറെ കാണുന്നത് എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ദേഷ്യപ്പെടേണ്ട ഒരു അവസരം ഉണ്ടാക്കി ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. നീ ഇന്റർവ്യൂ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യും, മാക്സിമം പുള്ളിക്ക് വേണ്ടി അവൈലബിൾ ആണ്, എപ്പോഴും നമ്മൾ റെഡിയാണ്, 24 hours ഞാൻ റെഡിയാണ്. ഞാൻ ഫോൺ സൈലന്റ് മോഡിൽ പോലും ഇടില്ല. ഒരു പ്രാവശ്യം തന്നെ ഒരു നമ്മൾക്ക് ഒരു പെട്ടെന്ന് ഒരു റിങ് അടിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ഞാൻ നിൽക്കും. ഈ ഒരു പരിപാടി ഞാൻ നിൽക്കുന്നത് കാരണം നമുക്കറിയാലോ, നമ്മുടെ സംവിധായകൻ പാതിരാത്രിയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. എപ്പോഴാ എങ്ങനെ എവിടെ സംഭവിക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അലർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ വേറെ ലെവൽ തന്നെയല്ലേ, 24/7 ഓൺ ആയിട്ടിരിക്കും. അതെ, അത് ഇപ്പൊ ലേറ്റസ്റ്റ് പുള്ളിയെ ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പുള്ളി ക്ഷീണിച്ചിരിക്കുക, തളർന്നിരിക്കും പോലെയൊക്കെ എനിക്ക് തോന്നി. അത്രയും കമ്മിറ്റഡ് ആയിട്ട് അതിന്റെ പുറകെ ഒരു ഔട്ട് എടുക്കുന്നത്. ഇത് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അത് കണ്ടിട്ടുണ്ട്, പിന്നെ ലൂസിഫർ സമയത്ത് കണ്ടിട്ടുണ്ട്. നമ്മളത് പറയാൻ ആളല്ല, എന്നാലും നമ്മളത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അത് പുള്ളി കട്ട് പറയുന്നതും ആക്ഷൻ പറയുന്നതും ഇത് മതി ഇത് വേണ്ട എന്ന് പറയുന്നത് ഓക്കെ പറഞ്ഞ ഫ്രെയിമിൽ പോലും പുള്ളി നോക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ ആണ് എന്ന് പുള്ളിക്ക് അറിയാന്ന് പറഞ്ഞു. അതൊക്കെ നോക്കേണ്ടി വരും. അല്ല, അത്രയും ഫുൾ പ്ലാൻഡ് ആണ് കഥ. നമ്മൾക്ക് ഈ ഇത് മൊത്തത്തിൽ നരേറ്റ് ചെയ്യുമല്ലോ, നമുക്കിത് വേണ്ടി ക്രിയേറ്റീവ് സപ്പോർട്ടിന് വേണ്ടി ഇതൊക്കെ നരേറ്റ് ചെയ്യുമ്പോൾ പുള്ളി പറയുന്നതൊക്കെ കേൾക്കാൻ തന്നെ അടിപൊളിയാണ്. ശരിക്കും ഇത് ചോദിക്കാണ്, ഈ കഥ നിങ്ങളുടെ അടുത്ത് പറയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ഐറ്റം? എമ്പുരാനൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എമ്പുരാന് എല്ലാരെയും വിളിച്ചിട്ട് ഇത് നമ്മളൊരു സിനിമ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ എന്താണെന്ന് അറിയണ്ടേ, ആ സിനിമയുടെ കഥ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അറിഞ്ഞാലും നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ട് ഒരു സംവിധായകൻ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം, സത്യം പറഞ്ഞാൽ അതൊരു സംവിധായകൻ ബ്രീഫ് ചെയ്യും, തീർച്ചയായിട്ടും. ഇപ്പൊ മറ്റുള്ള സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചപ്പോൾ സാറ്റർഡേ നൈറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന കുറെ സിനിമകൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുകയാണ്. ഈ എമ്പുരാനിൽ വന്നേക്കുന്ന വർക്കിംഗ് എക്സ്പീരിയൻസ്, അതിൽ വന്നേക്കുന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇല്ല, അങ്ങനെ എല്ലാത്തിലും ഒരു പാറ്റേൺ, എല്ലാ സിനിമയുടെയും ഡിസൈൻസ് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പുറത്തു വിടുന്നതൊക്കെ ഒരു പാറ്റേണിൽ തന്നെയാണ് കാര്യങ്ങളാണ്. രാജുവേട്ടൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇറ്റ് ഈസ് നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി, ഗിമിക്സ് വേണ്ട. ചിലർ പറയും എന്താണ് കുറച്ച് ഗിമിക്സ് ആവാം, മനസ്സിലായില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാം. അത് ഓരോരുടെ കാഴ്ചപ്പാടുകളാണ്. എനിക്ക് കുറച്ച് ലൗഡായിട്ട് ഡിസൈൻ ചെയ്യണം, കുറച്ച് കളർഫുൾ ആയിട്ട് ചെയ്യണം, ഭയങ്കര ഡാർക്കായിട്ട് ചെയ്യണം, അങ്ങനെയുള്ള അത് പല സംവിധായകരുടെ ഓരോരോ ടോൺ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഓരോരോ ഐറ്റംസ് സെറ്റ് ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ, ഡിഫറെന്റ് ആണ്. ഈ എല്ലാ സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ ഡയറക്ടർക്കും അതിന്റെ ചുറ്റുള്ളവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ശരിക്കും രാജുവേട്ടനിൽ ഇപ്പം ഉണ്ടോ നിലവിൽ? അടുത്ത് കാണുന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത് സംസാരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും അദ്ദേഹം വേറെ ലീഗാണെന്നാണ് എൻ്റെ ഒരു ഇലുമിനാറ്റി. അതെ, അത് നമ്മുടെ ഡിസൈനിങ് കമ്പനിയുടെ പേര് ഇലുമിനാറ്റിസ്റ്റ്. എന്താണ് ആ ഒരു പേര്? ഷോ അങ്ങനെയല്ലേ നമ്മള് ഈ ചില പേരുകളൊക്കെ പറയുമ്പോ ഇപ്പൊ ചോദിച്ചില്ലേ, ഇത് തന്നെ കാര്യം, നിങ്ങളെ പരിപാടി തന്നെ ഇത് ഞാനല്ലല്ലോ തുടങ്ങിയത്, നിങ്ങളുടെ പരിപാടി തന്നെ അതെ. ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി തന്നെ ചോദിക്കാൻ വേണ്ടി. പിന്നെ നമ്മളൊരു ബ്രാൻഡ്
ടെക്നിക്കലി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഇലിമിനേറ്റ് ചെയ്ത് തരും പോരെ. വാ മതി, ഇത്രയും മതി. ഇതിനും വലിയൊരു ഉറപ്പ് എവിടെ കിട്ടും? പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ. രാജുവേട്ടൻ തോളത്ത് കൈയിട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഉറപ്പ് വേണ്ട, നിങ്ങൾ ചെയ്യും. അത്രേ ഉള്ളൂ. അത് പുള്ളിയാണ് ലോഞ്ച് ചെയ്ത് തന്നത്. ആ, പുള്ളി പറയുകയും ചെയ്തത് ഇങ്ങനെ തിരിച്ചു ലുമിനാട്ടസ് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ എന്തായാലും എന്നും എംബ്രാൻ ലൂസിഫർ ഇത് നമ്മുടെ വർക്കിംഗ് പാറ്റേണിൽ ഒരു റെഡ് മാർക്ക് ആയിരിക്കും, നമ്മൾ എന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ആദ്യം ചെയ്ത വർക്ക് ഏതാണ്? ഞാൻ ചെറിയ ചെറിയ സിനിമകളിൽ വേറെ ഡിസൈനേഴ്സിനും ഒപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നത് എസ്രയാണ്. എസ്ര തന്നെയാണ്. രാജുവേട്ടനിൽ തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. അതെ 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 അതൊരു തുടക്കം തന്നെയാണ്. അതെ അതെ അതെ. വേറെ കുഞ്ഞു കുഞ്ഞു പടങ്ങളിൽ ഞാൻ ചിലർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ സിനിമ എസ്ര എസ്രയാണ്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ജേണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഇത്രയും വർഷമായിട്ടും നമ്മൾ 2016 തൊട്ട് 2025 വരെ നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. ഒരു 50 അടുപ്പിച്ച സിനിമകളായി. ഓക്കെ, ഇപ്പൊ ഫാമിലി ഇപ്പൊ വീട്ടില് എല്ലാരും കൂടിയിട്ടാണ് വീട്ടിൽ തന്നെ വർക്കിംഗ്? അല്ല, എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷം മുമ്പ് വരെ വീട്ടിൽ തന്നെ ആയിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ അവരവരുടെ വീട്ടിൽ നിന്ന് ചെയ്യും, വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് കഴിഞ്ഞപ്പം പോസിബിൾ അല്ലാതായി. എന്താ പറയുക, ഇത് ചിലപ്പോൾ കണ്ടു പറയുക എന്നുള്ളൊരു സംഭവമൊക്കെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഇൻസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പം പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. നമ്മളെല്ലാവരും ക്രിയേറ്റീവ് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്ത ഈ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഒരു വർക്ക് സ്പേസ് എടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ദൂരം ഇതുപോലെ സഞ്ചരിക്കാൻ പറ്റട്ടെ, സഞ്ചരിക്കും എന്തായാലും. അപ്പൊ എന്തായാലും ഒരുപാട് ആശംസകൾ സിനിമയ്ക്കും അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന താങ്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ടീമിനും എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരെയാണ്. ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്.